ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. വിപണിയിൽ ഇപ്പോൾ ഒരു ദിശയില്ലാത്ത ചാഞ്ചാട്ടമാണ് നടക്കുന്നത്. മാർക്കറ്റിൽ ഒരു ക്ലിയർ ഡയറക്ഷണൽ ട്രെൻഡ് ഇല്ല. വാല്യുവേഷൻസ് ഉയർന്നതായതുകൊണ്ട് വിപണിയിൽ അല്പം ഉയർച്ചയുണ്ടാകുമ്പോൾ വലിയ സെല്ലിംഗ് പ്രഷർ വരുന്നു. ക്യാഷ് മാർക്കറ്റിലെ സെല്ലിങ്ങിനേക്കാൾ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിലെ സെല്ലിംഗ് ആണ് ശക്തമായി വരുന്നത്. There is high level of short selling in the market. നാളെ മുതൽ തുടങ്ങുന്ന Q3 റിസൾട്ട്സ് വിപണിയിൽ സ്റ്റോക്ക് സ്പെസിഫിക് ചലനങ്ങൾ ഉണ്ടാക്കാം. IT കമ്പനികളുടെ റിസൾട്ട്സ് അത്ര മെച്ചമാകാൻ ഇടയില്ല. വിപണിക്ക് ഇതറിയാം. കമ്പനികളുടെ മാനേജ്മെൻറ്റ് കമൻറ്ററി ആയിരിക്കും മാർക്കറ്റ് ഉറ്റുനോക്കുന്നത്. ഈ കമൻറ്ററിയിൽ പോസിറ്റീവ് കൊണൊട്ടേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ, പോസിറ്റീവ് സൂചനകൾ ഉണ്ടാവുകയാണെങ്കിൽ ലാർജ് ക്യാപ്പ് IT സ്റ്റോക്സ് പോസിറ്റീവായിട്ട് പ്രതികരിക്കും, അല്ലെങ്കിൽ ഡിസപ്പോയിൻ്റ് ചെയ്യും. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് IT സ്റ്റോക്സിൻ്റെ പ്രകടനം മികച്ചതാവും. അല്പം ഇറാഷണൽ എന്ന് പറയാവുന്ന വിപണിയുടെ ഒരു സ്വഭാവം ശ്രദ്ധേയമാണ്. റെയിൽവേസ്, ഡിഫൻസ് തുടങ്ങിയ മേഖലകളിൽ 2023 സംഭവിച്ചത് മികച്ച പ്രകടനമാണ്. ഈ മേഖലയിലെ ഓഹരി വിലകൾ കുതിച്ചുയർന്നത് പ്രതീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ്. ഈ മേഖലയിലെ കമ്പനികൾക്ക് വലിയ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് എന്നത് ശരിയാണ്. ഈ ഓർഡേഴ്സ് ഭാവിയിൽ മികച്ച വരുമാനവും ലാഭവുമായി വളരും എന്ന ഹോപ്പ് ആണ് റാലിയെ നയിക്കുന്നത്. ഈ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ വിലകൾ കുതിച്ചുയർന്നിട്ടുണ്ട്. ചില പ്രതീക്ഷകൾ മുഴുവനായും യാഥാർത്ഥ്യമായി കൊള്ളണമെന്നില്ല. ആസ് ദ സേയിങ് ഗോസ്, ദർ ഇസ് മെനി എ സ്ലിപ്പ് ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ്. ചില പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകാൻ കൂടുതൽ സമയമെടുക്കാം. ഉദാഹരണത്തിന്, ഒരു ഷിപ്പ് ബിൽഡിംഗ് കമ്പനിക്ക് കിട്ടിയ ഓർഡർ വിജയകരമായി എക്സിക്യൂട്ട് ചെയ്ത് വരുമാനവും ലാഭവുമായി മാറാൻ ഒരുപാട് സമയമെടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ. അതിനിടയിൽ വരുന്ന റിസൾട്ട്സ് ഡിസപ്പോയിൻറ്റിംഗ് ആകാം. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായ പ്രവണതയാണ് ബാങ്കിങ് മേഖലയിൽ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് HDFC ബാങ്കിനെ പോലെയുള്ള ഹൈ ക്വാളിറ്റി ബാങ്കിങ് സ്റ്റോക്സ്, ഇവയുടെ പ്രകടനം, സാമ്പത്തിക പ്രവർത്തനം, കമ്പനികളുടെ പ്രവർത്തനം മികച്ചതാണ്, ലാഭം മികച്ചതാണ്, പ്രോസ്പെക്ട്സ് വളരെ ശോഭനമാണ്. പക്ഷേ വിപണി പോസിറ്റീവായി പ്രതികരിക്കുന്നില്ല. നിക്ഷേപകർ ഓർക്കേണ്ടത് ഇതൊരു ഷോർട്ട് ടേം അബറേഷൻ മാത്രമാണ്. ദർ ഈസ് വാല്യൂ ഇൻ ദീസ് സ്റ്റോക്സ്. വേണ്ടത് ക്ഷമയാണ്. ക്ഷമയുള്ള നിക്ഷേപകർക്ക് നേട്ടം പ്രതീക്ഷിക്കാം.